വിസ്ഡം വിഷന്റെ ഫിസിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനായി പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഊർജ്ജ പരിപാലനം അഥവാ എനർജി മാനേജ്മെന്റ്. ഈ ഒരു അധ്യായമാണ് ഇന്നത്തെ വീഡിയോ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് പോണത്. ഈ ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഊർജ്ജ പരിപാലനത്തെ പറ്റിയിട്ടാണ്. അതായത് ഊർജ്ജത്തെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം, അതുപോലെ തന്നെ ഈ ഊർജ്ജത്തിന്റെ ഉപയോഗം നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഊർജ്ജം, അതായത് വാട്ട് ഈസ് എനർജി, അതെന്താണ് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഊർജ്ജ സംരക്ഷണ നിയമം, അതായത് എനർജി കൺസർവേഷൻ ലോ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് വിവിധ എനർജി സോഴ്സസ്, അതായത് എന്തൊക്കെയാണ് വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ, അതുപോലെ തന്നെ കമ്പഷൻ ഓഫ് ഫ്യൂവൽ, അതായത് എങ്ങനെയാണ് ഇന്ധനങ്ങൾ കത്തുന്നത്, അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിക്കും. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് കോള്, നാച്ചുറൽ ഗ്യാസ്, LPG തുടങ്ങിയ ഫ്യൂവലുകളെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് വേഗം വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം എന്താണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ദ എബിലിറ്റി ടു ഓർ ദ കാപ്പബിലിറ്റി ടു ഡു എ വർക്ക്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഊർജം അഥവാ എനർജി എന്ന് വിളിക്കുന്നത്. ഈ ഊർജത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഊർജം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിർമ്മിക്കാനും സാധിക്കില്ല, നശിപ്പിക്കാനും സാധിക്കില്ല. എന്നാൽ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് എപ്പോഴും മാറ്റുവാനായിട്ട് സാധിക്കും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. The law of conservation of energy states that the energy can neither be created nor destroyed, only converted from one form of energy into another form. അപ്പോൾ നമുക്ക് ഒരു സംശയം വരും, അപ്പോൾ എങ്ങനെയാണ് ഈ ഊർജ നഷ്ടം അതുപോലെ തന്നെ ഈ എനർജി ക്രൈസിസ് വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ എനർജി ക്രൈസിസിനുള്ള കാരണം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഊർജത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ കഴിയില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഊർജ നഷ്ടം ഉണ്ടാകുന്നത് നമ്മൾ പഠിക്കാനായിട്ടാണ് ഇനി പോണത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എടപ്പള്ളി ജംഗ്ഷൻ. ഈ എടപ്പള്ളി ജംഗ്ഷന്റെ പഴയ ഒരു ചിത്രമാണ് നമ്മൾ ഇടത് ഭാഗത്തായിട്ട് കാണുന്നത്. പുതിയൊരു ചിത്രമാണ് നമ്മൾ വലതു ഭാഗത്തായിട്ട് കാണുന്നത്. രണ്ട് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ജനസംഖ്യ വർധനവ്, വാഹനങ്ങളുടെ എണ്ണം ഒരുപാട് കൂടി, റോഡിന് വീതി കൂടി, ഒരുപാട് കെട്ടിടങ്ങൾ വന്നു, അതുപോലെ തന്നെ ഒരു മെട്രോ റെയിൽ വന്നു തുടങ്ങി വളരെയധികം വ്യത്യാസങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലോകം അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വികസനത്തിന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ വരുമ്പോൾ നമുക്കറിയാം, അതിനനുസരിച്ച് എന്ത് വേണം, ഇത്രയും സംഭവങ്ങളുടെ വർക്കിങ്ങിന് അല്ലെങ്കിൽ ഇത്രയും ഘടകങ്ങളുടെ വർക്കിന് ഊർജം ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ വിധത്തിലുള്ള ഊർജ്ജങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പേശി ഊർജ്ജം ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മുടെ ഓരോ പേഴ്സണലായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതിനും നമ്മുടെ ഓരോ ജോലികൾ ചെയ്യാൻ നമുക്ക് മസ്കുലർ എനർജി ആവശ്യമാണ്. കുക്കിംഗ് ചെയ്യുന്നതിൽ നമുക്ക് കെമിക്കൽ എനർജി ആവശ്യമാണ്. അതുപോലെ തന്നെ വാഹനങ്ങളും മറ്റെന്തെങ്കിലും മൂവ് ചെയ്യുമ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജി ആവശ്യമാണ്. അതുപോലെ നമുക്ക് ശബ്ദം ഉണ്ടാക്കുവാനും ആരെങ്കിലൊക്കെ വിളിക്കണമെങ്കിലൊക്കെ നമുക്ക് സൗണ്ട് എനർജി വേണം. അതുപോലെ ഇരുട്ടത്ത് വല്ലതും കാണുവാനും അതുപോലെ പ്രകാശം ലഭിക്കാനും നമുക്ക് ലൈറ്റ് എനർജി വേണം. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം, ഇലക്ട്രിക്കൽ എനർജി വേണം. അപ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഊർജ്ജത്തിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡെവലപ്മെന്റ് വരും തോറും, നഗരവൽക്കരണം വരും തോറും എന്ത് സംഭവിക്കാൻ, ഊർജ്ജത്തിന്റെ ആവശ്യകത കൂടിക്കൂടി വരാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഊർജ്ജ നഷ്ടം സംഭവിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോണത്. ഊർജ്ജത്തെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല, പക്ഷെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് എന്നേക്കാളും കൂടുതൽ ആവശ്യമില്ലാത്ത രൂപത്തിലും നമുക്ക് അവിടെ ഊർജം മാറിപ്പോകുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബൾബ് കത്തുമെന്ന് വിചാരിക്കാം. നമുക്കറിയാം, നമ്മൾ എന്തിനാ ബൾബ് കത്തിക്കുന്നത്, പ്രകാശം ലഭിക്കാൻ. പക്ഷേ ഈ ബൾബ് കത്തുമ്പോൾ പ്രകാശം മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന എനർജി, ലൈറ്റ് എനർജി മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത്, ചെറിയൊരു തോതിൽ ഹീറ്റ് എനർജി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ 100% ഇലക്ട്രിക് എനർജി കൊടുക്കുമ്പോൾ നമുക്ക് 100% എന്തായിട്ട് ലഭിക്കുന്നില്ല, ലൈറ്റ് എനർജി ആയിട്ട് ലഭിക്കുന്നില്ല. അത് പകരം എന്തായിട്ട് വരുന്നു,
വളരെ കുറച്ചൊരു ശതമാനം ഹീറ്റ് എനർജി ആയിട്ട് താപോർജ്ജമായിട്ട് ആ ഇലക്ട്രിക്കൽ എനർജി കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അവിടെ നമുക്ക് സത്യത്തിൽ ബൾബ് കത്തുമ്പോൾ താപോർജ്ജത്തിന്റെ ആവശ്യമില്ല, പക്ഷെ താപോർജ്ജ രൂപത്തിൽ എനർജി അവിടെ പരിണാമം സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ സംഭവിക്കുന്ന ഈ ഊർജ്ജ പരിണാമത്തെയാണ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ഊർജ്ജത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഊർജ്ജ നഷ്ടം എന്ന് വിളിക്കുന്നത്. ഈ ഊർജ്ജ നഷ്ടമാണ് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്കുള്ള ഒരു കാരണം. മറ്റൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഊർജ്ജ സ്രോതസ്സുകളുണ്ട്, പ്രകൃതിയിലെ വിവിധ തരം ഊർജ്ജ സ്രോതസ്സുകളുണ്ട്. ഇതിനെ ശാസ്ത്രീയമായിട്ടും യുക്തിസഹമായിട്ടും ഉപയോഗിക്കാത്തതാണ് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്കുള്ള മറ്റൊരു പ്രധാന കാരണം. അപ്പോൾ ഈ ഊർജ്ജ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോണത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം, നമ്മുടെ പാഠപുസ്തകത്തിന്റെ ടൈറ്റിൽ ചിത്രമാണ്. ഈ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രം നമുക്ക് നോക്കിയറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ എനർജി സോഴ്സസ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ എനർജികളുടെ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യന് പ്രധാനമായിട്ടും ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, റേഡിയേഷൻ എനർജി ഒക്കെ വരുന്നു. അപ്പോൾ ഇതിൽ ലൈറ്റ് എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, വൃക്ഷങ്ങളും സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഫോട്ടോസിന്തസിസ് അതായത് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അപ്പോൾ ഈ സസ്യങ്ങളൊക്കെ നമ്മൾ ആഹാരമാക്കുമ്പോൾ, ഫുഡ് മെറ്റീരിയൽസ് ആക്കുമ്പോൾ അത് കഴിക്കുന്ന ജീവജാലങ്ങൾ നമുക്കും എനർജി ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ സസ്യങ്ങളൊക്കെ നശിച്ച് മണ്ണിനടിയിൽ പെട്ട് പോകുമ്പോൾ അത് പിന്നീട് കാലാന്തരങ്ങൾക്ക് ശേഷം ഫോസിൽ ഇന്ധനങ്ങളായിട്ട് മാറുന്നു. പിന്നെ നമുക്കറിയാം ഈ സസ്യങ്ങളും ചെടികളൊക്കെ നമ്മൾ പിന്നെ എന്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്, കത്തിക്കാനൊക്കെ വിറകിന് വേണ്ടി കത്തിക്കാൻ വേണ്ടി വിറകായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി സൂര്യനിൽ നിന്നുള്ള ഈ ഹീറ്റ് എനർജി കൊണ്ട് ഭൂമിയിൽ കാലാവസ്ഥയൊക്കെ മാറാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാറ്റുകൾ വീശാറുണ്ട്, മഴ പെയ്യാറുണ്ട്. അപ്പം നമുക്കറിയാം ഈ കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ കാറ്റിന് ഒരു കൈനറ്റിക് എനർജി ഉള്ളത് കൊണ്ട് ആ കൈനറ്റിക് എനർജിയുള്ള കാറ്റ് ഉപയോഗിച്ച് നമുക്ക് വിൻഡ് എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ മഴ പെയ്യുന്നതിൽ നിന്നും, അതായത് നമ്മൾ ജലചക്രത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതായത് മഴ പെയ്യുന്നതിലൂടെ ആകാശത്തു നിന്നുള്ള ജലം ഭൂമിയിലേക്ക് എത്തുന്നു, കരയിലേക്ക് എത്തുന്നു. ഈ വെള്ളം സമുദ്രത്തിലും പുഴകളിലും മറ്റു ജലാശയങ്ങളിൽ നിന്ന് വീണ്ടും നീരാവിയായിട്ട് ആകാശം എത്തുന്നു. അപ്പൊ ഈ ജലചക്രവും കൺട്രോൾ ചെയ്യുന്നത് സൂര്യനിൽ നിന്നുള്ള ജലചക്രം കൺട്രോൾ ചെയ്യുന്നതിലും നമ്മുടെ സൂര്യനിൽ നിന്നുള്ള എനർജിക്ക് വളരെയധികം സ്വാധീനമുണ്ട്. അപ്പൊ ഈ ജലം ഉപയോഗിച്ചിട്ടുള്ള, അതായത് ഈ ജലചക്രം ഉപയോഗിച്ച് നമുക്കറിയാം ഇപ്പൊ ഡാമുകളിലൊക്കെ വെള്ളം, റിസർവോയറിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോളിക് എനർജി ഉപയോഗിച്ച് അവിടെ ഹൈഡ്രോളിക് പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഊർജ്ജങ്ങളുടെയും ഏറ്റവും പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ സൂര്യനിൽ നിന്നാണ് ബാക്കി എല്ലാ എനർജികളും കൺവെർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് എനർജി സോഴ്സ് നമുക്ക് നോക്കാം. സോളാർ ഉണ്ട്, അതായത് സൗരോർജം. പിന്നെ ഫ്യൂവൽസ് ഉണ്ട്, അതായത് ഇന്ധനങ്ങളുണ്ട്. വിൻഡ് എനർജി ഉണ്ട്, ഹൈഡ്രോളിക് എനർജി ഉണ്ട്. അതുപോലെ ന്യൂക്ലിയർ ഫ്യൂവൽസ് ഉണ്ട്, അത് ഈ ചിത്രത്തിൽ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ടൈഡൽ എനർജി ഉണ്ട്. ടൈഡൽ എനർജി എന്ന് പറയുന്നത് സമുദ്ര തിരമാലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എനർജിയാണ് ടൈഡൽ എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫ്യൂവൽസ് എന്ന് പറഞ്ഞത്, അതായത് നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫ്യൂവൽസ് എന്ന് പറയുന്നത് എനർജി സോഴ്സിനെ പറ്റിയാണ്. എന്താണ് ഫ്യൂവൽസ്? നമുക്കറിയാം കത്തുമ്പോൾ ധാരാളം താപം പുറത്തു വിടുന്ന വസ്തുക്കളെ നമുക്ക് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് എന്ന് വിളിക്കാം. ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് റിലീസ് പ്ലെന്റി ഓഫ് ഹീറ്റ് എനർജി ഓൺ ബേണിംഗ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫ്യൂവൽസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതായത് ഖരം, ദ്രാവകം, വാതകം. അപ്പം അതിലെ ഖരം അഥവാ സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫയർവുഡ്, അതായത് നമ്മുടെ കത്തിക്കുന്ന വിറക്. കോക്ക് എന്ന് പറയുന്നത് കൽക്കരിയുടെ ഒരു ഖരാവസ്ഥയിലുള്ള രൂപമാണ്. വുഡ് ചാർക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരക്കരി. അതുപോലെ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കരി. അതുപോലെ ലിക്വിഡിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കെരോസിൻ, മണ്ണെണ്ണ. അതുപോലെ പെട്രോള്, ഡീസല്, പിന്നെ ഫ്യൂവൽ ഓയിലുകളൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, ഈ ലിക്വിഡ് ടൈപ്പ് ഫ്യൂവൽസിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. അതുപോലെ വാതകം, അതായത് ഗ്യാസ് രൂപത്തിലുള്ള ഫ്യൂവൽസിന് എക്സാമ്പിൾസ് ആണ് നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസ്, LPG, കൂൾ ഗ്യാസ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഫ്യൂവൽസിന്റെ വിവിധ രൂപങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഫ്യൂവല്? കത്തുമ്പോൾ ധാരാളം താപം പുറത്തു വിടുന്നത്. ഇപ്പം നമ്മളൊരു പേപ്പർ അല്ലെങ്കിൽ ഒരു വിറക് കത്താണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? താപോർജ്ജം കിട്ടും. അപ്പം അതിന് നമുക്ക് എന്തായിട്ട് പറയാം? അതൊക്കെ ഒരു ഫ്യൂവൽസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഫ്യൂവൽസിന്റെ
കത്തുമ്പോൾ അതായത് ജ്വലനത്തെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ ചെയ്യാനായിട്ട് പോവാണ്. ആ എക്സ്പെരിമെൻറ്റിന് 3 വസ്തുക്കളാണ് നമുക്ക് ആവശ്യം. ഒന്ന് ഒരു സാധാരണ നിവർന്ന് നിൽക്കുന്ന ഒരു പേപ്പർ, 2 ഒരു ചുരുട്ട് കൂട്ടിയ പേപ്പർ, 3 ഒരു വെറ്റഡ് ആയിട്ടുള്ള പേപ്പർ, അതായത് ഇത്തിരി നനഞ്ഞ പേപ്പർ. നമ്മൾ ഈ 3 പേപ്പറുകളും ഓരോന്നോരോന്നായിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കത്തിക്കുമ്പോൾ നമുക്കറിയാം എന്തുണ്ടാകുന്നൊക്കെ. അതായത് നമ്മുടെ സാധാരണ സ്ട്രെച്ചഡ് പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പേപ്പർ വളരെ പെട്ടെന്ന് കത്തും. മാത്രമല്ല ആ പേപ്പർ കത്തിയത് മൊത്തം എന്തായി മാറും? ചാരമായിട്ട് മാറും, ആഷായിട്ട് മാറും. എന്നാൽ ക്രംബിൾഡ് പേപ്പർ അതായത് ചുരുട്ട് കൂട്ടിയ പേപ്പറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ മെല്ലെ ആയിരിക്കും കത്തുക. മാത്രമല്ല ഒരുപാട് കമ്പാരിറ്റീവ്ലി കരി കൂടുതലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആഷ് കുറച്ചുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കുറേ ഭാഗം കത്താത്തതും ആ പീസിൽ ഉണ്ടായിരിക്കും, കത്തി കഴിഞ്ഞിട്ടുള്ള ആ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഇനി വെറ്റ് പേപ്പറിനെ പറ്റി പറയണമെന്ന് നമുക്കറിയാം. അതായത് കത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ചെറിയൊരു രീതിയിൽ പുകയും ഉണ്ടാകും. അപ്പോൾ ഈ 3 ടൈപ്പ് പേപ്പറുകൾ കത്തിച്ചതിൽ ആദ്യത്തെ പേപ്പർ അതായത് നമ്മുടെ സ്ട്രെച്ചഡ് പേപ്പർ, നിവർത്തിയ പേപ്പർ കത്തിച്ചതിനെ നമുക്ക് വിളിക്കാം കംപ്ലീറ്റ് കമ്പഷൻ അഥവാ പൂർണ്ണ ജ്വലനം എന്ന് നമുക്ക് വിളിക്കാം. എന്നാൽ 2, 3 ക്രംബിൾഡ് പേപ്പറും വെറ്റ് പേപ്പറും അതായത് ചുരുട്ട് കൂട്ടിയ പേപ്പറും അതുപോലെ തന്നെ നനഞ്ഞ പേപ്പറും കത്തിയതിനെ നമുക്ക് ഇൻകംപ്ലീറ്റ് കമ്പഷൻ അഥവാ പാർഷ്യൽ കമ്പഷൻ എന്ന് വിളിക്കാം. മലയാളത്തിലെ ഭാഗിക ജ്വലനം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ എന്താണ് ഈ കംപ്ലീറ്റ് കമ്പഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്? കംപ്ലീറ്റ് കമ്പഷൻ ഒരു സംഭവം ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ചിത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്യുവലും അതുപോലെ തന്നെ ഓക്സിജനും രണ്ടും നല്ല അളവിൽ ചേർന്ന്, ഓക്സിജൻ നല്ല അളവിൽ ചേർന്ന് ഹീറ്റിന്റെ സഹായത്തോടു കൂടി കമ്പഷൻ നടക്കുന്നതിന് നമ്മൾ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ വേപ്പർ കിട്ടും. അതിൽ നിന്ന് വരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവായിരിക്കും കൂടുതൽ. ഒപ്പം തന്നെ കമ്പഷന് ശേഷമുള്ള ഫ്യൂവലിനനുസരിച്ച് അതിൻ്റെതായ ചാരവും ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഈ കംപ്ലീറ്റ് കമ്പഷൻ അഥവാ പൂർണ്ണ ജ്വലനത്തിന്റെ പ്രത്യേകതകൾ. നമുക്കറിയാം അതിന് വെറുതെ ഒന്നും പൂർണ്ണ ജ്വലനം സംഭവിക്കില്ല. പൂർണ്ണ ജ്വലനം സംഭവിക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഖരപദാർത്ഥങ്ങളാണെങ്കിൽ ആ ഖര ഇന്ധനങ്ങൾ എന്തായിരിക്കണം? ഉണങ്ങിയതായിരിക്കണം. നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്തു ഒരു പേപ്പർ നനഞ്ഞതാണ് നമ്മൾ കത്തിച്ചത്. നനഞ്ഞതാണെങ്കിൽ അതെന്തായിരിക്കില്ല? നല്ല രീതിയിൽ കത്തില്ല. അപ്പം അത് പൂർണ്ണ ജ്വലനത്തിനെ സഹായിക്കില്ല. അത് വിപരീതമായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി ലിക്വിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ അതായത് ദ്രാവക രൂപത്തിലുള്ള ഫ്യൂവൽ ആണെങ്കിൽ അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ടൈപ്പ് ഫ്യൂവലുകളായിരിക്കണം. പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യാൻ അതായത് ബാഷ്പീകരണം സംഭവിക്കാൻ കഴിവുള്ള ഫ്യൂവലുകൾ ആണെങ്കിൽ മാത്രമേ അവയ്ക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ? പെട്ടെന്ന് അത് ജ്വലിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പൂർണ്ണ ജ്വലനത്തിന് എപ്പോഴും എന്ത് വേണം? അതിൻ്റെ ഒരു ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം. ഇപ്പം നമുക്കറിയാം നനഞ്ഞ പേപ്പറിനുള്ള കുഴപ്പം എന്താ? അതിൽ ജ്വലിക്കാൻ ആവശ്യമായ താപനില ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ പൂർണ്ണ ജ്വലനത്തിന് എപ്പോഴും നല്ല രീതിയിലുള്ള ഓക്സിജൻ സപ്ലൈ വേണം. നമുക്കറിയാം ആ എക്സ്പെരിമെന്റിൽ ചുരുട്ട് കൂട്ടിയ പേപ്പർ എന്തുകൊണ്ടാണ് നന്നായി കത്താതിരുന്നത്? കാരണം പേപ്പർ ചുരുട്ട് കൂട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിലൊന്നും ഉള്ളിലേക്ക് മടങ്ങിപ്പോയ ഭാഗങ്ങളിലൊന്നും പേപ്പർ കത്തുമ്പോൾ അതിന് ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ഉണ്ടായില്ല. അപ്പോൾ അവിടെ കൃത്യമായ ഓക്സിജൻ സപ്ലൈ ഇല്ലാതിരുന്നുകൊണ്ടാണ് അവിടെ പൂർണ്ണ ജ്വലനം നടക്കാതിരുന്നത്. അപ്പോൾ പൂർണ്ണ ജ്വലനത്തിന് ഓക്സിജൻ വേണം. അതുപോലെ ജ്വലിക്കാൻ ആവശ്യമായ താപനില എത്തിക്കണം. അതായത് ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണെങ്കിൽ, ലിക്വിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ അതെന്ത് ചെയ്യണം? പെട്ടെന്ന് ബാഷ്പീകരിക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഖര ഇന്ധനങ്ങളാണെങ്കിൽ, സോളിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ അത് ഉണങ്ങിയതായിരിക്കണം. അപ്പം അങ്ങനെയാണ് നമുക്കറിയാം എന്തൊക്കെയായിരിക്കും ഒരു പൂർണ്ണ ജ്വലനത്തിൻ്റെ അതായത് ഒരു കംപ്ലീറ്റ് കമ്പഷൻ്റെ ഫീച്ചറുകൾ. വേറൊന്നല്ല, നമ്മൾ ഓൾറെഡി ഈ ചിത്രം നോക്കി അറിയാം. ഒരു കംപ്ലീറ്റ് കമ്പഷൻ നടക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പുറത്തു വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. കാർബൺ ഡയോക്സൈഡ് പറയുമ്പോൾ നമുക്കറിയാം CO2 ആണ്, അതായത് ഓക്സിജൻ കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഈ CO2 നമുക്ക് ശരിക്കും മനുഷ്യന് ഹാനികരമല്ല. അതുപോലെ തന്നെ പൂർണ്ണ ജ്വലനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താപോർജ്ജം താരതമ്യേന കൂടുതലായിരിക്കും. കൂടുതൽ ഹീറ്റ്, ദ മോർ ഹീറ്റ് ഈസ് ജനറേറ്റഡ്. അതാണ് ഈ പൂർണ്ണ ജ്വലനത്തിൻ്റെ കംപ്ലീറ്റ് കമ്പഷൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ? നമുക്ക് നോക്കാം. ഇവിടെ ഫ്യൂവൽ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഓക്സിജൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സപ്ലൈ ആണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഓക്സിജനെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഓക്സിജനിൽ ഫ്യൂവൽ കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ കാർബൺ ഡയോക്സൈഡ് അല്ല ഉണ്ടാകുന്നത്, കാർബൺ മോണോക്സൈഡ്, സൂട്ട്, പിന്നെ ആഷുകളൊക്കെയാണ് ഉണ്ടാവുന്നത്. മാത്രമല്ല
ഫ്യൂവൽ പൂർണ്ണമായിട്ടും കത്തണമെന്നില്ല. ഇങ്ങനെയുള്ള കമ്പഷനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് കമ്പഷൻ അഥവാ ഭാഗിക ജ്വലനം എന്ന് വിളിക്കുന്നത്. പാർഷ്യൽ കമ്പഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ പാർഷ്യൽ കമ്പഷൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം. അതായത് എന്തൊക്കെയാണ് ഈ പാർഷ്യൽ കമ്പഷൻ്റെ പ്രത്യേകതകൾ? ഒന്നെന്ന് പറഞ്ഞത് പാർഷ്യൽ ഡ്രൈനെസ്, അതായത് പകുതി മാത്രമാണ് എന്തായിരുന്നു ഡ്രൈ ആയിട്ടുള്ളൂ. നമ്മൾ ആ നനഞ്ഞ പേപ്പർ കത്തിച്ചപ്പോൾ എന്തായിരുന്നില്ല, അത് മുഴുവനായിട്ട് കത്തിയില്ല. അതുപോലെ തന്നെ പാർഷ്യൽ കമ്പഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻറ്റ് അവൈലബിലിറ്റി ഓഫ് O2, അതായത് ഓക്സിജൻ സപ്ലൈ പൂർണ്ണമായിട്ട് നടന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് പാർഷ്യൽ കമ്പഷൻ ആയിരിക്കും. അതുപോലെ തന്നെ പാർഷ്യൽ കമ്പഷനിലെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. കാരണം പാർഷ്യൽ കമ്പഷൻ കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ധാരാളം ഉണ്ടാകും. ഇവിടെ എഴുതിയിൽ പ്രൊഡ്യൂസിങ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ എന്ന് എഴുതിയിട്ടുള്ളൂ. കാർബൺ എന്നല്ല, കാർബൺ മോണോക്സൈഡ് എന്ന് ചേർത്ത് വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ പാർഷ്യൽ കമ്പഷൻ്റെ ഡ്രോബാക്ക്, അതായത് ഈ പാർഷ്യൽ കമ്പഷൻ്റെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, ഫ്യൂവൽ മുഴുവനായിട്ട് കത്താത്തത് കൊണ്ട് ഫ്യൂവൽ ലോസ്, അതായത് ഇന്ധന നഷ്ടം അവിടെ ഉണ്ടാകും. രണ്ടാമത്തേത് ഒരുപാട് സമയം എടുത്തിട്ട് വളരെ മെല്ലെയാണ് കത്തുന്നതുകൊണ്ട് വേസ്റ്റേജ് ഓഫ് ടൈം ഉണ്ടാകും, അതായത് സമയനഷ്ടം ഉണ്ടാകും. പിന്നെ ഒന്ന് പറയാൻ വെച്ചാൽ നമുക്കറിയാം ഈ ഫ്യൂവൽ ലോസ് വരുന്നതുകൊണ്ട് അവിടെ എക്കണോമിക്കൽ ലോസ് സംഭവിക്കും, സാമ്പത്തിക നഷ്ടം കാരണം. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് സൂട്ട് പോലുള്ള ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കറിയാം അവിടെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ, അതായത് അന്തരീക്ഷ മലിനീകരണം കൂടുതലായിരിക്കും. അതുപോലെ ധാരാളം സ്മോക്ക് വരുന്നുണ്ട്, അത് ചുറ്റുമുള്ളവർക്ക് ജീവജാലങ്ങൾക്കും മറ്റും അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ തന്നെ പാർഷ്യൽ കമ്പഷൻ അഥവാ ഇൻകംപ്ലീറ്റ് കമ്പഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിനേക്കാളും കൂടുതലും കാർബൺ മോണോക്സൈഡും അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുക. അപ്പം അതും ഈ അന്തരീക്ഷ മലിനീകരണത്തിന് വളരെയധികം കാരണം ഉണ്ടാക്കുന്നു. ഇതാണ് പാർഷ്യൽ കമ്പഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഫ്യൂവൽ? അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് കമ്പഷനെ പറ്റി പറഞ്ഞു, പാർഷ്യൽ കമ്പഷനും ഇൻകംപ്ലീറ്റ് കമ്പഷനും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ വാഹന പുക പരിശോധനയുടെ ആവശ്യകത എന്താണ് അത്? സംഭവം വേറെ ഒന്നല്ല, വാഹന പുക പരിശോധന നമുക്ക് നടത്തി കഴിഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ പുകയിലെ ഓരോ കണ്ടന്റ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വാഹന പുക പരിശോധന. അപ്പോൾ അതുവഴി ഈ വാഹനത്തിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ നിന്ന് നമുക്ക് ആ വാഹനത്തിൻ്റെ ഉള്ളിലെ ഇന്ധനം എത്രത്തോളം നന്നായി കംപ്ലീറ്റ് കമ്പഷൻ ആണോ അതോ പാർഷ്യൽ കമ്പഷൻ ആണോ നടക്കണം എന്നുള്ളത് നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ വാഹനത്തിൻ്റെ ഇന്ധന സംവിധാനവും അതുപോലെ തന്നെ എഞ്ചിനും നമ്മൾ കാര്യമായിട്ട് സർവീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂവൽസ്. എന്തൊക്കെയാണ് വിവിധ ഫ്യൂവലുകൾ? ഒന്ന് ഫോസിൽ ഫ്യൂവലുകളുണ്ട്, 2 ബയോമാസ്, 3 ബയോഗ്യാസ്, 4 ന്യൂക്ലിയർ ഫ്യൂവല്, 5 ഹൈഡ്രജൻ. ഇതിൽ ഫോസിൽ ഫ്യൂവലിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോണത്. ബയോമാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കിട്ടുന്ന വിറകുകളും സസ്യങ്ങളിൽ നിന്നും നമ്മൾ കത്തിക്കാനായിട്ട് വിറക് കാര്യങ്ങളൊക്കെ. ബയോഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വേസ്റ്റുകൾ പ്രത്യേക ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെച്ച് വെള്ളത്തിൻ്റെ സപ്ലൈയോട് കൂടി കൊടുത്ത് ഗ്യാസ് ഉണ്ടാക്കുന്നതാണ് ബയോഗ്യാസ്. ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഇന്ധനങ്ങളാണ്, അത് പ്രധാനമായിട്ടും ന്യൂക്ലിയർ റിയാക്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ നല്ലൊരു ഇന്ധനമാണ് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ എന്ന മൂലകം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ. അപ്പോൾ അതും നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫ്യൂവലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഫോസിൽ ഫ്യൂവലുകളെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ഫോസിൽ ഫ്യൂവൽ അഥവാ ഫോസിൽ ഇന്ധനങ്ങൾ? നമുക്കറിയാം ലക്ഷക്കണക്കിന്, അതായത് ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ ജീവനുണ്ട്. അപ്പോൾ അന്ന് ജീവനുണ്ടായിരുന്നപ്പോൾ മണ്ണിനടിയിൽ പെട്ടുപോയ പല സസ്യങ്ങളുടെയും അതുപോലെ ജീവികളുടെയും മറ്റ് അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും, കാലക്രമേണ ഭൂമിയുടെ ഒരുപാട് അടിയിലേക്ക് പോകും. അപ്പം അങ്ങനെ അടിയിലേക്ക് പോകുമ്പോൾ ഈ അന്തരീക്ഷ വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നല്ല താപനിലയും അതുപോലെ നല്ല പ്രഷറിലും ഈ അവശിഷ്ടങ്ങൾക്ക് രൂപാന്തരണം സംഭവിക്കും. അങ്ങനെ രൂപാന്തരണം സംഭവിച്ച് ഉണ്ടാകുന്ന ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഫോസിൽ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം കൊണ്ട് വായുവിൻ്റെ അസാന്നിധ്യം കൊണ്ട് ഭൂമിക്കടിയിൽ ഉയർന്ന താപനില കൊണ്ടും മർദ്ദം കൊണ്ടും ഉണ്ടായതാണ്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
നമുക്ക് ഒരു മനുഷ്യന് ശാസ്ത്ര ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഇത് ഉപയോഗിക്കുമ്പോഴോ അതിൻ്റെ അളവ് ഭൂമിയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വീണ്ടും ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു പ്രധാന ദോഷം. അപ്പോൾ ഈ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഫോസിൽ ഇന്ധനങ്ങളാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഫോസിൽ ഇന്ധനങ്ങൾ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം? 3ആയിട്ടാണ് തരംതിരിക്കാം. അതായത് ഖരം, ദ്രാവകം, വാതകം എന്ന രീതിയിൽ തരംതിരിക്കാം. പ്രധാനമായിട്ടും ഖരരൂപത്തിലുള്ള ഫോസിൽ ഇന്ധനം എന്ന് പറയുമ്പോൾ കൽക്കരിയാണ് വരുന്നത്. കൽക്കരിയിൽ തന്നെ കോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോക്കിൽ നിന്ന് എക്സ്ട്രാ ചെയ്യുമ്പോൾ നമുക്ക് കോൾ ഗ്യാസ്, കോൾ ടാർ, അതുപോലെ അമോണിയൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ പെട്രോളിയം വരുന്നുണ്ട്. പെട്രോളിൽ നിന്ന് നമുക്ക് ഈ ആംശിക സ്വേദനം, അതായത് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, ഗ്യാസോലിൻ തുടങ്ങിയൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. പെട്രോളിയത്തോടൊപ്പം തന്നെ നമുക്ക് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഗ്യാസാണ് നാച്ചുറൽ ഗ്യാസ്. അതിൽ വരുന്നത് തന്നെയാണ് LNG, മീഥേൻ, പ്രൊപ്പേൻ, എഥേൻ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഇവ ഓരോ തവണ ഉപയോഗിച്ച് കഴിയും തോറും ഭൂമിയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നമുക്ക് പുതിയത് ഉണ്ടാകുന്നില്ല, കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഫോസിൽ ഇന്ധനമായ കോളിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കോളിനെ പറ്റി പഠിക്കാനായിട്ട് നമുക്ക് 4 പോയിന്റ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഒന്നാമത്തത്, ഭൂമിയിൽ ഏറ്റവും സമൃദ്ധമായിട്ട് ലഭിക്കുന്ന ഫോസിൽ ഫ്യൂവലാണ് കോൾ എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു പ്രത്യേക സംയുക്തമാണ് കോൾ എന്ന് പറയുന്നത്. 3ആമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാർബണിൻ്റെ അളവിനനുസരിച്ച് കോളിനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ്, ബിറ്റുമിൻസ്. അപ്പോൾ ഇവിടെ താഴെയുള്ള ഒരു ചിത്രം നമുക്ക് നോക്കി അറിയാം എന്താണ് പീറ്റ്, ലിഗ്നൈറ്റും അതുപോലെ ബിറ്റുമിനസും ആന്ത്രാസൈറ്റും. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് പോകും തോറും സത്യത്തിലെ കാർബന്റെ അളവ് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും താഴെ ഫസ്റ്റ് സ്റ്റേജ് കോൾ എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ പീറ്റ്. അതിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് ലിഗ്നൈറ്റ്. അപ്പോൾ കാർബന്റെ അളവിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയായിട്ട് തരംതിരിക്കാം. അതുപോലെ ഏറ്റവും നല്ല ടൈപ്പ് കോൾ എന്ന് പറയുമ്പോൾ ഫോർത്ത് സ്റ്റേജ് കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ത്രാസൈറ്റ് കോളാണ്. അപ്പോൾ കാർബന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ 4ആയിട്ട് തരംതിരിക്കാം. അതുപോലെ തന്നെ ഈ കോളിനെ നമ്മൾ എയറിന്റെ അസാന്നിധ്യത്തിൽ, അതായത് എയറിന്റെ ആബ്സെൻസിൽ നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന 4 പദാർത്ഥങ്ങളാണ് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, പിന്നെ കോക്ക്. വീണ്ടും പറയാം, അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക്. ഇതിൽ കോൾ ഗ്യാസും കോൾ ടാറും കോക്കും നമ്മൾ സാധാരണ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? പല സ്ഥലങ്ങളിലും ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ കോക്ക് നമ്മൾ പ്രധാനമായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ ഉൽപാദനത്തിലും ചില മെറ്റലുകളുടെ ഉൽപാദനത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കോൾ ടാർ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ചില മരുന്നുകൾ ഉണ്ടാക്കാനും പെർഫ്യൂം ഉണ്ടാക്കാനും ഡൈകൾ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ കോൾ ടാർ ഉപയോഗിക്കുന്നത്. കോൾ ഗ്യാസ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയിലെ ഇന്ധനമായിട്ടാണ് നമ്മൾ കോൾ ഗ്യാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോളിനെ പറ്റി നമുക്ക് 4 പോയിന്റ് പഠിക്കാനുള്ള. ഒന്ന്, ഭൂമിയിൽ ഏറ്റവും സമൃദ്ധമായി ലഭിക്കുന്ന ഫോസിൽ ഇന്ധനം. 2, കാർബണാണ് കോളിലെ ഒരു പ്രധാന കണ്ടന്റ്. 3 പറഞ്ഞാൽ കാർബൺ കണ്ടന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കോളിനെ 4ആയിട്ട് തിരിക്കാം. പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്. 4ആമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോളിനെ നമ്മൾ വായുവിന്റെ അടിസ്ഥാനത്തിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ. ഇത്രയും കാര്യങ്ങളാണ് കോൾ അഥവാ കൽക്കരിയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കോളിനെ മലയാളത്തിൽ സാധാരണ കൽക്കരി എന്നാണ് പറയാറ്. അപ്പോൾ കോളിനെ പറ്റി നമുക്ക് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോസിൽ ഫ്യൂവലാണ് നാച്ചുറൽ ഗ്യാസ്. ഈ നാച്ചുറൽ ഗ്യാസ് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. CNGയും വരുന്നുണ്ട്, LNGയും വരുന്നുണ്ട്. എന്താണ് CNG, എന്താണ് LNG? CNG എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LNG എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. CNG കംപ്രസ്ഡ്, LNG നാച്ചുറൽ. LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഈ CNG ആണെങ്കിലും LNG ആണ്. ഈ നാച്ചുറൽ ഗ്യാസ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? പെട്രോളിയം ഖനനം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസാണ് ഈ പറയുന്ന
നാച്ചുറൽ ഗ്യാസ്. അത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് മീഥേൻ ആണ്. നമുക്ക് മീഥേൻ എന്താണെന്ന് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം മീഥേൻ ആണ് ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസിന്റെ പ്രധാന കമ്പോണന്റ്. ഈ CNG ആണെങ്കിലും LNG ആണെങ്കിലും, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്ത് വാഹനങ്ങളിലും അതുപോലെ തന്നെ വ്യവസായശാലകളും തെർമൽ പവർ സ്റ്റേഷനുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ LNG എന്ന് പറയുന്നത്, അത് നമ്മൾ പ്രധാനമായിട്ട് LNG നാച്ചുറൽ ഗ്യാസിന് LNG ആക്കുമ്പോഴുള്ള പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നാച്ചുറൽ ഗ്യാസിന് നമ്മൾ ലിക്വിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വീണ്ടും അതാത് രീതികളിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി പൈപ്പ് ലൈൻ വഴി കടത്തി വിടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിക്വിഫൈഡ് ഗ്യാസിനെ വീണ്ടും എന്താക്കണം? ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനെ നമുക്ക് വീണ്ടും ഗ്യാഷ്യസ് ഫോമിലേക്ക്, അതായത് വാതക രൂപത്തിലേക്ക് മാറ്റാം. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ പറയുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? സാധാരണ വാതക രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അത് വാതക രൂപത്തിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പൈപ്പ് ലൈനുകളുടെ സഹായത്തോടു കൂടി ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. അപ്പം അതാണ് CNG LNG. CNG എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഗ്യാസ് എന്ന ഒരു ടൈപ്പ് ഫോസിൽ ഫ്യൂവൽ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോസിൽ ഫ്യൂവൽ പെട്രോളിയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കറിയാം പെട്രോളിയം എന്ന് പറഞ്ഞത് രണ്ട് വേർഡാണ്, പെട്ര പ്ലസ് ഓളിയം. അതായത് ഓളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ അഥവാ എണ്ണ, പെട്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ. അപ്പം പാറയിൽ നിന്നും തുരന്നെടുക്കുന്ന ഓയിൽ, അതാണ് ഈ പെട്രോളിയം. ഈ പെട്രോളിയം നമുക്ക് കിട്ടുമ്പോൾ അത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മളൊരു പ്രോസസ്സ് നടത്തും. ആ പ്രോസസ്സിൻ്റെ പേരാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പം അതിൻ്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷന് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ സെറ്റപ്പിൻ്റെ അടിഭാഗത്തുകൂടെ നമ്മൾ നമ്മുടെ പെട്രോളിയം, അതായത് ക്രൂഡ് ഓയിലിനെ കടത്തിവിടും. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടിയൊരു ഓയിലാണ്, ടാറ് പോലെ ഇരിക്കുന്ന ഒരു ഓയിലാണ്. അതിന് നമ്മൾ ഇതേപോലെ ഒരു സ്ഥലത്ത് കൂടെ കടത്തിവിടുമ്പോൾ ഈ പറയുന്ന വലിയ ഒരു ചേമ്പറാണ്. ഈ ചേമ്പറിൽ ഓരോ ഭാഗത്തും ഓരോ ടെമ്പറേച്ചറാണ്. അപ്പം 400 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് ഈ ക്രൂഡ് ഓയിൽ നിന്നും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പാരഫിൻ വാക്സ്, അസ്ഹൈറ്റ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഒരു 370 ഡിഗ്രി സെൽഷ്യസിനും 300 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ 300 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പ്രധാനമായിട്ടും ഡീസൽ കിട്ടും. 370 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ നിന്നും ഫ്യുവൽ ഓയിൽ ലഭിക്കും. അതുപോലെ തന്നെ 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് ക്രൂഡ് ഓയിലിൽ നിന്നും കെറോസിൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോൾ നമുക്ക് ലഭിക്കുന്നത് 150 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്, ബ്യൂട്ടേനും പ്രൊപ്പേനും അടങ്ങിയ ഗ്യാസ് നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസിലാണ് ഫ്രാക്ഷനേഷൻ ഡിസ്റ്റിലേഷൻ വഴി ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഈ LPG പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോണത്. LPG എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഈ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിന് മണവുമില്ല നിറവുമില്ല. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, നമ്മളുടെ ഗ്യാസ് ഒക്കെ ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് വരുന്നുണ്ട്, ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ആ സ്മെല്ല് കിട്ടുന്ന പ്രധാനമായിട്ടും അതിൽ എഥിൽ മെർകാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ആ കെമിക്കൽ അതിൽ ചേർക്കുന്നതുകൊണ്ടാണ് ഗ്യാസ് ലീക്ക് ആവുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സഹായിക്കുന്നത്. നമ്മുടെ LPGയിലെ പ്രധാന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കണം, ബ്യൂട്ടേൻ ആണ്. പ്രൊപ്പേനും ഉണ്ട്, പക്ഷെ പ്രൊപ്പേനേക്കാളും കൂടുതൽ ബ്യൂട്ടേൻ ആണ് LPGയിൽ ഉള്ളത്. ഈ LPG നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതെങ്ങനെയാണ് നമ്മുടെ ക്രൂഡ് ഓയിലിനെ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് നമുക്ക് LPG, അതായത് ആംശിക സ്വേദനം എന്നാണ് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വിളിക്കുന്ന പേര്. മലയാളത്തിൽ പറയുന്നത് ആംശിക സ്വേദനം, അതാണ് നമ്മൾ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ പെട്രോളിയം, അത് ക്രൂഡ് ഓയിലിനെ നമ്മൾ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം ചെയ്തിട്ടാണ് നമുക്ക് LPG ലഭിക്കുന്നത്. LPGക്ക് നിറവോ മണവും ഇല്ല, പക്ഷെ അത് നമ്മൾ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടി, ലീക്കേജ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന കെമിക്കലാണ്
ഇഥൈൽ മെർകാപ്റ്റൻ. അതുപോലെ തന്നെ ഈ എൽ പി ജിയുടെ ഫുൾ ഫോം നമുക്കറിയാം, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പോൾ ഈ 5 പോയിന്റാണ് എൽ പി ജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ എൽ പി ജിയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മളൊക്കെ ഗ്യാസ് സിലിണ്ടർ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് അത് ഏകദേശം ഉള്ളിലായിട്ട് ഇതേപോലെ ഒരു 3 ഡിജിറ്റ് നമ്പർ നമ്മളെല്ലാവരും കണ്ടിരിക്കും. B19, C21, D20 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിരിക്കും. ഇത് സത്യത്തിൽ ഈ 3 അക്ക ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിൻ്റെ ഗ്യാസിൻ്റെ എക്സ്പയറി ഡേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ ഗ്യാസ് കുറ്റി ശരിക്കും നമ്മൾ ടാങ്ക് അല്ലെങ്കിൽ അത് നമ്മൾ ഒരിക്കലും സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഈ B19 അഥവാ C20 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവസാന 2 ഡിജിറ്റ് എന്ന് പറയുന്നത് അത് ഇയറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെ B19 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം 19 എന്ന് പറയുമ്പോൾ ഇത് 2019 ഗ്യാസും കുറ്റിയാണ് നമുക്ക്, അതായത് ഗ്യാസ് സിലിണ്ടർ ആണ് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഫ്രണ്ടിൽ കാണിക്കുന്ന ഒരു ലെറ്റർ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം. അതായത് നമ്മുടെ 12 മാസത്തെ നമ്മളിവിടെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടർ ആണ്. ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പം ബി എന്ന് പറയുമ്പോഴോ ഏപ്രിൽ, മെയ്, ജൂൺ, അതാണ് സെക്കൻഡ് ക്വാർട്ടർ. സി എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോൾ ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം നമുക്കറിയാം ഇപ്പം ഇവിടുത്തെ ഈ കുറ്റിയുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഇത് 2019 ജൂൺ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ ഈ എക്സ്പയറി ഡേറ്റിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം എൽ പി ജി എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായൊരു ഇന്ധനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ശ്രദ്ധയും സേഫ്റ്റിയും സുരക്ഷിത ബോധവും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ എൽ പി ജിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു വേർഡാണ് ബ്ലെവി എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്ലെവി? നമുക്കറിയാം നമ്മുടെ ഒരു റൂമിൽ ഇപ്പോൾ എൽ പി ജി ലീക്ക് ആകുമ്പോൾ നമ്മൾ എഥിൽ മെർകാപ്റ്റൻ എന്ന വാതകത്തിൻ്റെ സഹായത്തോടുകൂടി നമുക്കറിയാം എൽ പി ജി ലീക്കായെന്ന് മനസ്സിലാക്കാം. അങ്ങനെ എൽ പി ജി ലീക്കായ സ്മെല്ല് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ റൂമിൽ 3% ഗ്യാസ് ലീക്കായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3% ആ എയറിലുള്ള ഗ്യാസിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ എൽ പി ജിക്ക് ഒരു ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. വെറും 2%, ഒരു എയറിൽ വെറും 2% മാത്രം മതി അത് തീ പിടിക്കുന്നതിന് കാരണവും. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഗ്യാസിൻ്റെ മണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക ആ എയറിൽ 3% എൽ പി ജി കലർന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഏറ്റവും മറ്റൊരു കാര്യം 2% എൽ പി ജി ഉണ്ടെങ്കിൽ തന്നെ അത് എന്തിന് കാരണവും? തീപിടുത്തത്തിന്, അഗ്നിബാധയ്ക്ക് കാരണമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ഈ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് എയറിനേക്കാളും സാന്ദ്രത, അതായത് എയറിനേക്കാളും ഡെൻസറാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്നും എൽ പി ജി ലീക്കായി കഴിഞ്ഞാൽ ആ എൽ പി ജി ഗ്യാസ് നമുക്കറിയാം നിലത്തായിരിക്കും ഗ്യാസ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. കൂടുതൽ അത് അടിയിലേക്കായിരിക്കും പെട്ടെന്ന് പോവുക. കാരണം എൽ പി ജി ഗ്യാസിന് എയറിനേക്കാളും സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ എയർ മുകളിലേക്ക് വരും, ഗ്യാസ് ഈ എൽ പി ജി താഴത്തേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഗ്യാസ് ലീക്കായ സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഇലക്ട്രിക്കൽ ആക്സസറീസും ഓപ്പറേറ്റ് ചെയ്യരുത്. അതായത് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ നിൽക്കരുത്. കാരണം അങ്ങനെ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ സ്വിച്ചിൽ ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം അങ്ങനെ സ്മെല്ലുള്ളപ്പോൾ നമുക്കറിയാം 3% അതിൽ എയറിൽ എൽ പി ജി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ 3% എയറിൽ എൽ പി ജി ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ചെറിയൊരു സ്പാർക്ക് മതി അവിടെ മൊത്തം അഗ്നിബാധയ്ക്കും അതുപോലെ തന്നെ സ്ഫോടനത്തിനും കാരണവും. അപ്പോൾ എന്താണ് ഈ ബ്ലെവി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എൽ പി ജി ചോർച്ച ഉണ്ടായി, ഇപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് എൽ പി ജി ചോർച്ച ഉണ്ടായിട്ട് ആ റൂമിൽ മൊത്തം എന്ത് സംഭവിക്കും? തീപിടുത്തം സംഭവിക്കും. ഇങ്ങനെ തീ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ആ സിലിണ്ടർ അല്ലെങ്കിൽ ആ ഗ്യാസ് കുറ്റീൻ്റെ ഉള്ളിലെ ആ എൽ പി ജി വാതകം ചൂടാവും. അങ്ങനെ ചൂടാവുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ആ ഗ്യാസ് സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടും.
അതായത് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ പുറത്തെ ചൂട് കൂടുന്നതുകൊണ്ട് ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിലെ ഗ്യാസിൻ്റെ മർദ്ദവും കൂടും. അങ്ങനെ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ മർദ്ദം കൂടുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LPGക്ക് വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. ഇപ്പോൾ 1 ലിറ്റർ നമ്മൾ ലിക്വിഫൈഡ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അത് 250 ലിറ്ററുള്ള സ്പേസിലേക്കും ആ ഗ്യാസിന് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കറിയാം അത്രയും മർദ്ദത്തിലുള്ള ആ സംഭവം, അത്രയും വികസിക്കാൻ കഴിവുള്ള സംഭവത്തിൽ മർദ്ദം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ LPG സിലിണ്ടറിൻ്റെ മർദ്ദം പിന്നെയും കൂടും. ആ മർദ്ദം എന്ന് പറയുന്നത് സിലിണ്ടറിനെ ഉൾക്കൊള്ളാൻ, അതായത് സിലിണ്ടറിനെ തടുത്തു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ സിലിണ്ടർ പൊട്ടിത്തെറിക്കും. അത് വലിയൊരു സ്ഫോടനത്തിന് കാരണമാവും. ഇതിനെയാണ് നമ്മൾ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് ബ്ലെവി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു റൂമിൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തീപിടുത്തം ഉണ്ടാവാം. അങ്ങനെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ റൂമിലെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിലെ ഗ്യാസിൻ്റെ മർദ്ദം കൂടും. ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിലെ ഗ്യാസിന് ഒരു പ്രത്യേകത ഉണ്ട്. 250 ലിറ്റർ വരെ മടങ്ങ് വരെ അതിൻ്റെ വ്യാപ്തം വെപ്പിക്കാൻ, അതിൻ്റെ വികസിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ വികസിക്കാനുള്ള ടെൻഡൻസി ഗ്യാസ് കാണിക്കുമ്പോൾ അത് ആ ഗ്യാസ് സിലിണ്ടറിന് താങ്ങാതിനപ്പുറത്തേക്കാവും. അങ്ങനെ ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടുകയും അത് വലിയൊരു സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ അഥവാ ബ്ലെവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബ്ലെവ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നെവർ സ്വിച്ച് ഓൺ ഓർ സ്വിച്ച് ഓഫ് ഇലക്ട്രിസിറ്റി വെൻ ദർ ഈസ് എ ലീക്കേജ് ഓഫ് LPG. വൈ? LPG സിലിണ്ടറിൽ വാതക ചോർച്ചയുള്ളപ്പോൾ വൈദ്യുത സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ അരുത്. കാരണം എന്ത്? നമുക്കറിയാം LPG സിലിണ്ടറിൽ വാതക ചോർച്ച ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആ മുറിയിൽ ചിലപ്പം എയറിൽ 3% LPG ഗ്യാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ സ്പാർക്ക് ഉണ്ടാകുന്നു. ഈ ഒരു സ്പാർക്ക് എന്ത് ചെയ്യുന്നു? ആ എയറിലുള്ള LPG ഗ്യാസ് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതിന് കാരണമാകുന്നു. അത് സ്ഫോടനത്തിന് കാരണമാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ, അതായത് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാനേ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. ഇഫ് ദർ ഈസ് എ ലീക്കേജ് ഓഫ് LPG, ഡസ് ഇറ്റ് റൈസ് അപ്പ് ഓർ കം ഡൗൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ? വൈ? വാതക ചോർച്ച ഉണ്ടായ LPG വാതകം അന്തരീക്ഷത്തിൽ ഉയരുകയാണോ താഴുകയാണോ ചെയ്യുന്നത്? എന്തായിരിക്കും കാരണം? നമുക്കറിയാം വാതക ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ LPG വാതകം അന്തരീക്ഷത്തിൽ താഴ്ന്നു പോവുകയാണ് ചെയ്യുക. അതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാരണം നമ്മൾ പറഞ്ഞു LPGക്ക് എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടിയ പദാർത്ഥം എപ്പോഴും അടിഭാഗത്തേക്ക് വരും, താഴ്ന്നു പോവും. ഡെൻസിറ്റി കുറഞ്ഞ എയർ ആയിരിക്കും മുകളിലേക്ക് വരിക. അപ്പോൾ LPG വാതക ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് താഴത്തേക്ക് ആയിരിക്കും പോവുക. കാരണം അതിന് എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. മൂന്നാമത്തെ ചോദ്യം, ഇഫ് ദർ ഈസ് എ ലീക്കേജ് ഓഫ് LPG, ഇറ്റ് ഈസ് മാൻഡറ്ററി ടു ഓപ്പൺ ദ ഡോർസ് ആൻഡ് വിൻഡോസ്. വൈ? LPG വാതക ചോർച്ച ഉണ്ടാകുമ്പോൾ ജനലുകളോടൊപ്പം വാതിലുകളും നിർബന്ധമായും തുറന്നിടണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇത്രയേ ഉള്ളൂ. ജനാലകൾ എപ്പോഴും നമ്മുടെ തറയിൽ നിന്നും, വീടുകളിലെ മുറികളിലെ തറയിൽ നിന്നും 1 മീറ്റർ മുകളിലായിരിക്കും. എന്നാൽ വാതിൽ എന്ന് പറയുന്നത് തറയോട് ചേർന്നിട്ട് ഉള്ള ഓപ്പണുകളായിരിക്കും. അപ്പോൾ LPG ഗ്യാസുകൾ ലീക്കായി കഴിഞ്ഞാൽ നമുക്കറിയാം അത് നിലത്ത് കെട്ടിക്കിടക്കുന്നത് കൊണ്ട്, നിലത്ത് ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ വാതിലുകളും ഒപ്പം നിർബന്ധമായിട്ടും തുറന്നിടണം, ഒപ്പം ജനാലകളും തുറന്നിടണം. അപ്പോൾ അതുകൊണ്ടാണ് വാതിലുകളോടൊപ്പം ജനാലകളും തുറന്നിടാനായിട്ട് പറയുന്നത്. മാത്രമല്ല വാതിലുകൾ തുറന്നിടുമ്പോൾ കുറച്ചും കൂടിയും ഈ പറയുന്ന വാതകത്തിന് പുറത്തേക്ക് പോകാനുള്ള, ജനലിനെ അപേക്ഷിച്ച് പുറത്തേക്ക് പോകാനുള്ള സ്ഥലം കൂടുതലായിരിക്കും, പാസിംഗ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് വാതിലുകൾ തുറന്നിടാനായിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാരണം LPG ഗ്യാസ് ലീക്കാകുമ്പോൾ അത് അടിഭാഗത്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അത് വാതിലുകൾ തുറന്നിട്ടാലാണ് അടിഭാഗത്തുകൂടെ അത് പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുള്ളൂ. ഒപ്പം നമ്മൾ ജനാലകളും തുറന്നിടണം. രണ്ടാമത്തെ കാരണം വാതിലുകൾക്ക് കമ്പാരിറ്റീവ്ലി ജനാലകളേക്കാൾ സൈസ് കൂടുതലായതുകൊണ്ട്
അത് കൂടുതൽ LPG ഗ്യാസ് പുറത്ത് പോകുന്നതിന് സഹായിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമാണ്, വാട്ട് പ്രിക്കോഷൻസ് ആർ ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻസ് ഡ്യൂ ടു LPG ലീക്കേജ്? അതായത് LPG ലീക്കേജ് നമ്മുടെ വീടുകളിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊരു ചോദ്യം നമ്മുടെ പാഠപുസ്തകത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ്, മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ സ്റ്റൗവും തമ്മിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു റബ്ബർ ട്യൂബ് നമ്മൾ കണ്ടിരിക്കും. ഇത് എല്ലാ ആഴ്ചകളിലും മാസങ്ങളിലും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ടേൺ ഓൺ ദ നോബ് ഓഫ് സ്റ്റൗ ഓൺലി ആഫ്റ്റർ ദ റെഗുലേറ്റർ ഈസ് ടേൺഡ് ഓൺ. ചില വീട്ടമ്മമാർക്ക് പറ്റുന്ന ഒരു പെറ്റാണ്. അതായത് എപ്പോഴും നമ്മൾ ഗ്യാസ് സ്റ്റൗവ് കത്തിക്കുമ്പോൾ റെഗുലേറ്റർ ഓൺ ആക്കിയതിന് ശേഷം മാത്രം സ്റ്റൗവിൻ്റെ നോബ് നമ്മൾ ഓൺ ആക്കാവൂ. നമ്മൾ സ്റ്റൗവിൻ്റെ നോബ് ആദ്യമേ ഓൺ ആക്കിയതിന് ശേഷം പിന്നെ റെഗുലേറ്റർ ഓൺ ആകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പിന്നീട് അത് മറന്നു പോവുകയും അങ്ങനെ ഗ്യാസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ നമ്മൾ ഓൺ ആക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നമ്മൾ ഗ്യാസ് ലൈറ്റർ അല്ലെങ്കിൽ കത്തിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ റെഗുലേറ്ററും അതുപോലെ തന്നെ സ്റ്റൗവും നമ്മൾ ഓൺ ആക്കാവൂ. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മളെപ്പോഴും സ്റ്റൗവും മറ്റും കാര്യങ്ങൾ ഓൺ ആക്കേണ്ടത്. അതുപോലെ മൂന്നാമത്തത്, ഓൾവേസ് ബൈ LPG സിലിണ്ടേഴ്സ് ഫ്രം ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസീസ് ഓൺലി. അതായത് അംഗീകൃത ഏജൻസി സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, LPG സിലിണ്ടറുകൾ മേടിക്കാനായിട്ട് പാടുകയുള്ളൂ. കാരണം അത്രയും സ്ഥലങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടായിരിക്കും അത്രയും സിലിണ്ടറുകളുടെ സപ്ലൈ ഉണ്ടായിരിക്കുള്ളൂ. അതായത് കുറച്ചും കൂടി സേഫ്റ്റി ഉള്ള, എക്സ്പയറി ഡേറ്റ് കഴിയാത്ത ഉള്ള സിലിണ്ടറുകളുടെ സപ്ലൈ അത്രയും ഏജൻസികളിലായിരിക്കും ഉണ്ടായിരിക്കുക. ചെക്ക് ദ സിലിണ്ടർ ഹാസ് ബീൻ ഡെലിവേർഡ് വിത്ത് കമ്പനി സീൽ ആൻഡ് സേഫ്റ്റി ക്യാപ്പ് ഇൻടാക്ട്. ഡു നോട്ട് ആക്സെപ്റ്റ് ദ സിലിണ്ടർ ഇഫ് ദ സീൽ ഈസ് ബ്രോക്കൺ. നമുക്കറിയാം ചിലവർക്കൊക്കെ തെറ്റുപറ്റുന്നതാണ്. അതായത് ഈ ഗ്യാസ് സിലിണ്ടർ നമുക്ക് പുറമേ നിന്ന് കിട്ടുമ്പോൾ അത് സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സീല് പൊട്ടിയ ഒരു ഗ്യാസ് സിലിണ്ടറാണ് നമുക്ക്, ഫുൾ സിലിണ്ടറാണ് നമുക്ക് ലഭിക്കുന്നതെന്നുള്ള ഒരു കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം അത് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. Please look the due date of test which is marked on the inner side of the cylinder stay plate and if this date is over, do not accept the cylinder. നമുക്ക് കിട്ടുന്ന സിലിണ്ടറിൻ്റെ സൈഡിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റും ടെസ്റ്റ് ഡേറ്റും അതുപോലെ എക്സ്പയറി ഡേറ്റും നോക്കിയതിന് ശേഷം ഇതൊക്കെ കഴിയാത്ത ഡേറ്റുള്ള സിലിണ്ടറിലാണെങ്കിൽ മാത്രം നമ്മളത് ഗ്യാസ് സിലിണ്ടർ അക്സെപ്റ്റ് ചെയ്യുക. ഡിസ്കണക്ട് ദ LPG regulator and affix safety cap on the cylinder when your gas stove is not in use a prolonged period. ഇപ്പം നമ്മൾ ചില വീടുകളിൽ നമ്മൾ ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, LPG ഗ്യാസും റെഗുലേറ്ററും സ്റ്റവ് ഇത് മൂന്നും തമ്മിലുള്ള കണക്ഷൻ വിടുവിക്കണം. അതുപോലെ തന്നെ ഈ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു അടപ്പ് അതിനോട് നൂലിനോട് ടാഗ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ടാഗ് ഉപയോഗിച്ച് നമ്മൾ ആ LPG സിലിണ്ടർ നിർബന്ധമായിട്ടും അടച്ചു വെച്ചിരിക്കണം. നിർബന്ധമായിട്ടും ഈ ഗ്യാസ് സിലിണ്ടറും റെഗുലേറ്ററും തമ്മിലുള്ള കണക്ഷൻ വിടുവിച്ചിരിക്കണം. അടുത്ത പോയിന്റ്, ഓൾവേസ് സ്റ്റോർ ദ LPG സിലിണ്ടർ ഇൻ ആൻ അപ്രൈറ്റ് പൊസിഷൻ ആൻഡ് അവേ ഫ്രം അതർ കമ്പസ്റ്റൈൽ ആൻഡ് ഫ്ലെയിമബിൾ മെറ്റീരിയൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മൾ അഡ്വാൻസ് ചെയ്ത് LPG സിലിണ്ടറിൽ മേടിക്കുമ്പോൾ, ഫുൾ സിലിണ്ടറുകളൊക്കെ മറ്റും മേടിക്കുമ്പോൾ അതെപ്പോഴും എന്ത് ചെയ്യണം, കത്തിപ്പിടിക്കാൻ സാധ്യതയില്ലാത്ത മെറ്റീരിയലിൽ നിന്നും മെറ്റീരിയലിൻ്റെ അടുത്തായിരിക്കണം വെക്കേണ്ടത്. അതായത് സ്ഫോടന സാധ്യതയില്ലാത്ത സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കണം നമ്മൾ അത്രയും സിലിണ്ടറുകൾ വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിലിണ്ടറിൻ്റെ അടുത്ത് ഒരു കാരണവശാലും ഫുൾ സിലിണ്ടർ നമ്മൾ വയ്ക്കരുത്. ഈ സിലിണ്ടറുകളൊക്കെ തമ്മിൽ നമ്മൾ ഒരുപാട് അകലം പാലിക്കുന്ന രീതിയിൽ വേണം ഈ സിലിണ്ടറുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ. അടുത്ത് നമ്മുടെ പാഠപുസ്തകത്തിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഇഫ് എ ഗ്യാസ് ലീക്ക് ഈസ് സസ്പെക്റ്റഡ് ഓർ ഇഫ് ദ ഫയർ സ്പ്രെഡ്സ് ഓൺ എ സിലിണ്ടർ വാട്ട് എൽസ് കുഡ് ബി ഡൺ, തിങ്ക് ഇറ്റ് ഓവർ. അതായത് ഒരു ഗ്യാസ് ലീക്ക് സംഭവിക്കുകയോ അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ ഉള്ള സ്വിച്ചുകൾ ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ നിൽക്കരുത്. അതോടൊപ്പം തന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, വാതിലുകളും ജനാലകളുമെല്ലാം
തുറന്നെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഫയർ ഫോഴ്സിനെ എമർജൻസിക്ക് വിളിക്കുക. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഫയർഫോഴ്സ് എമർജൻസി നമ്പർ എന്ന് പറയുന്നത് 101 ആണ്. ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ വേഗം വരികയും അവർ വേണ്ട നടപടികൾ ചെയ്ത് തീപിടുത്തത്തിൽ നിന്ന് വീടും മറ്റു സംഭവങ്ങളൊക്കെ രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. താങ്ക് യു.